മീൻകുളത്തിലെ ആൽഗ ഉപയോഗിച്ചിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഫ്ലേക്സ് രൂപത്തിലുള്ള ഒരു ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഗപ്പികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് ഇതിൽ ആഡ് ചെയ്ത ഇൻഗ്രീഡിയൻസിലൊന്ന് നമ്മുടെ ക്യാരറ്റ് ആയിരുന്നു. അപ്പോൾ നമ്മളത് ആ സമയത്ത് നമ്മൾ പറഞ്ഞത് കേബേജ് നിന്ന് അറിയാതെ പറഞ്ഞു പോയതെന്ന്. പിന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം വീഡിയോക്ക് താഴെ കുറേ സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് നമ്മൾ ആ വീഡിയോ ഒന്നും കൂടി പ്ലേ ചെയ്ത് കണ്ട സമയത്താണ് നമ്മൾ പറഞ്ഞത് കേബേജ് എന്നാണ് മനസ്സിലായത്. അപ്പോൾ ഒരു വലിയ താങ്ക്സ് തന്നെ ഉണ്ട് ഈ മിസ്റ്റേക്ക് ചൂണ്ടിക്കാണിച്ച് തന്നതിൽ. അപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഫുഡ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഗപ്പികൾക്കാണ് കൊടുത്തു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫുഡ് നമ്മൾ ഇന്ന് കൊടുത്തു നോക്കാൻ പോകുന്നത് നമ്മുടെ ഫാമിൽ തന്നെ ഓർണമെൻ്റൽ ഷ്രിമ്പായിട്ടുള്ള യെല്ലോ ഷ്രിമ്പും ഉണ്ട്, റെഡ് ഷ്രിമ്പും ഉണ്ട്. അപ്പോൾ ഷ്രിമ്പിന് നമുക്കിതൊന്ന് കൊടുത്തു നോക്കണം, അവർ എത്രത്തോളം കഴിക്കുന്നുള്ളത് നോക്കണം. അതുപോലെ തന്നെ ഫൈറ്ററിന് കൊടുക്കാനുണ്ട്, പിന്നെ നമ്മുടെ പ്ലാറ്റിക്കും കൊടുക്കാനുണ്ട്. അതൊക്കെയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നിട്ടാ. അതുപോലെ തന്നെ കുറേ സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവം വേറെ ഏതെങ്കിലും കുളത്തിൽ കാണുന്ന പച്ചപ്പായൽ ഈ ആൽഗ ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗപ്പി ടാങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൽഗ ആയാൽ മതി, ആൽഗ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. നമ്മുടെ ഫാമിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് കളക്ട് ചെയ്യാൻ നമ്മുടെ ടാങ്കിൽ ഉണ്ടായതുകൊണ്ട് അവിടുന്ന് നമ്മൾ കളക്ട് ചെയ്താണെന്നുള്ളൂ. ഗപ്പി ടാങ്കിലെ ആൽഗ ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു ഫ്ലേക്സ് തീറ്റ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു പാത്രത്തിലേന്നിട്ടാണ്. അപ്പോൾ വെയിലുകൊണ്ട് നല്ല രീതിയിൽ ഉണങ്ങിയിട്ട് തീറ്റൊക്കെ നമ്മൾ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഇതിൻ്റെ അടിത്തട്ടിൽ കുറേയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോകണേ, ഇനിയിപ്പോൾ ഇത് നമ്മൾ പൊടി പോലെ ഇനി വരണ്ടി എടുക്കുമ്പോൾ കത്തിയുണ്ട്. അപ്പോൾ നമ്മളിത് ഇനി നേരിട്ട് നമ്മൾ മിക്സഡ് ഗപ്പി ടാങ്കിൽ നമ്മൾ ഇറക്കി വെച്ച് കൊടുക്കാൻ പോകട്ടെ. എന്താണ് അവസ്ഥ എന്നുള്ളത് നോക്കാം. മീനുകൾ വന്ന് തീറ്റ എടുക്കുമോ എന്നുള്ളതൊക്കെ നോക്കാം. കുറേയൊക്കെ മീനുകളിപ്പോൾ ഈ പ്ലേറ്റിലേക്ക് വന്നിട്ട് ഫീഡ് എടുത്ത് തുടങ്ങിയിട്ടാ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ഈ സൈഡുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇനി ഇങ്ങനെ മീനുകളൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. മിക്സഡ് ഗപ്പീസ് ഇപ്പോൾ ഇതിൽ പൊതുവെ കുറവാണെങ്കിലും ഉണ്ട്. പിന്നെ സൈസ് കയറി വരാനുള്ളതാണ് ബാക്കിയൊക്കെ. ഇപ്പോൾ വലിയ സൈസിലേക്ക് എത്തിയിട്ടുള്ള അധികവും പ്ലാറ്റിയാണ് കേട്ടോ. ഇപ്പോൾ ഒരു നല്ലൊരു തീറ്റയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഫുഡൊക്കെ ഇവർ എടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് നമ്മുടെ സീബ്ര ഫിഷ് കേട്ടോ. ഇട്ട് കൊടുക്കേണ്ട താമസം അവന്മാരടിച്ചുകൊണ്ട് സീബ്ര കഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവന്മാർ അടിത്തട്ട് പോയതിന് ശേഷം പിന്നെ എടുത്തില്ല. പക്ഷെ ഇട്ട് കൊടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. സീബ്ര ഫിഷിനാണെങ്കിലും രാവിലെ നമ്മൾ കുറച്ച് കൂത്താടിയും മൊയിനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ എങ്കിലും ഇവരൊക്കെ കഴിക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയല്ലേ. മിക്സഡ് ആയിട്ടുള്ള കളർ ഒരുമിച്ചിടും എങ്ങനെയാണ് നല്ല ഭംഗിയെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്നിപ്പോൾ ഈ ഒരു കേജിൽ വെച്ച കാരണം തന്നെ ഇതിൽ നിന്നിപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡിലൊക്കെ അവിടെ നടക്കുന്നുണ്ട് കണ്ടില്ലേ, അവിടെ അതോടി ഇറക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഗൗരാമിയുടെ കുഞ്ഞുങ്ങളുടെ സൈസ് കയറിക്കൊണ്ടിരിക്കുന്ന അവർ കിടക്കുന്ന ടാങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് ഇടുന്ന സമയത്ത് ഫ്ലോട്ടിംഗ് ആയിട്ട് മുകളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പിന്നെ ഇത് വെള്ളം ഇതിലേക്ക് ചേർന്നിടത്തോളം ഇത് താഴേക്ക് അടിത്തട്ടിക്ക് പോകട്ടെ. അപ്പോൾ ഇത്രയും മീനുകൾക്കൊക്കെ നമ്മളിങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്കാണ് അത് മനസ്സിലായത്. അൽഹംദുലില്ലാ ഗൗരാമി കഴിക്കുന്നുണ്ട് കേട്ടോ. ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. നല്ല രീതിയിൽ തന്നെ കഴിക്കുന്നുണ്ട് ഗൗരാമി. മാഷാഅല്ലാഹ്. അപ്പോൾ തെറ്റില്ലാത്തൊരു ഫുഡ് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കേട്ടോ. നല്ല രീതിയിൽ വെയിലടി കൊള്ളുന്ന സ്ഥലങ്ങളിലെ ടാങ്കുകളിൽ ആൽഗ നല്ല രീതിയിൽ തന്നെ ഫോം ചെയ്ത് കാണാറുണ്ട്. ഇപ്പോൾ ഈ കാണുന്ന 2 ടാങ്കിലെ വെള്ളത്തിൻ്റെ നിറവ്യത്യാസം കണ്ടില്ലേ, ഇതിൽ ആൽഗ ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്ലാന്റ്സോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് വെയിൽ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ആൽഗ ഫോം ചെയ്തിട്ടുണ്ട്. ആൽഗ കൂടി കഴിഞ്ഞാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഗ്രീൻ നെറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഓവർ വെയിൽ തട്ടാതിരിക്കാനാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ എങ്കിലും ആൽഗ ഫോം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ടാങ്ക് എടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ പ്ലാന്റ്സ് സെറ്റായിട്ടുള്ള ഒരു ടാങ്കാണത്. ഈ ടാങ്കിൽ വെള്ളത്തിൽ ആൽഗ ഫോം ചെയ്തിട്ടില്ല. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ആൽഗയ്ക്ക് വളരാനുള്ളൊരു സാഹചര്യം ഈ ടാങ്കിലില്ല. കാരണം ഈ ടാങ്കിലുള്ള പ്ലാന്റ്സിന് തന്നെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പുറത്തുനിന്ന് ആൽഗ എന്ന് പറഞ്ഞാലും ഒരു ചെടി തന്നെയല്ലോ. അപ്പോൾ പുറത്തുനിന്നൊരു ചെടിക്കൊരു അവസരം ഇവർ കൊടുക്കുന്നില്ല. കാരണം ഇതിൽ നിന്നുള്ള ഇവർക്ക് വലിച്ചെടുക്കാനുള്ള ന്യൂട്രിയൻസ് കാര്യങ്ങളുണ്ടല്ലോ ഇവർ തന്നെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്ലാന്റ്സ് നല്ല രീതിയിലുള്ള ടാങ്കുകളിലൊക്കെ ആൽഗ ഫോം ചെയ്യാനുള്ള സാധ്യത കുറവാണ് വെയിലുള്ള സ്ഥലങ്ങളിലായി കഴിഞ്ഞാൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതിൽ നമ്മുടെ ബലൂൺ പ്ലാറ്റി ഉണ്ട്, റെഡ് കളറ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുള്ള ഫുഡാട്ടോ. ഈ ഫുഡ് നമുക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെടുത്തിട്ട് ശരിക്ക്
നമ്മൾ ഈ സ്പൈറലിന ഫ്ലേക്സ് ആർട്ടിമിയ ഫ്ലേക്സ് ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ നല്ല മുനിമുരുത്ത സംഭവമൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. പക്ഷെ നമ്മളുണ്ടാക്കിയ സംഭവം അത്ര മുനിയേർത്ത രീതിയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് ഫുഡ് ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. ഇത് വെള്ളത്തിലെത്തുന്ന സമയത്ത് ഇതങ്ങോട്ട് അലിഞ്ഞു പോയിക്കോളും. അൽഹംദുലില്ലാഹ് ഇവർ കഴിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഗപ്പീസ് മാത്രമല്ല പ്ലാറ്റിയും ഈ ഒരു ഫുഡ് കഴിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ലോ കോസ്റ്റിൽ തന്നെ ഇത്തരത്തിലുള്ള ഫുഡ് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ തന്നെ ഫാമിംഗ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മൾ ചെമ്മീനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം കളർ ഫീഡാവുന്ന പ്രശ്നങ്ങളൊന്നും കാണിക്കാൻ ചാൻസ് ഇല്ല. ചില ഫുഡ് നമ്മൾ കടയിൽ നിന്ന് മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഫുഡൊക്കെ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈറ്റ് കളർ ഗപ്പീസ് അങ്ങനെ ചില കളർ ഗപ്പീസിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ഷെയ്ഡിലേക്കൊക്കെ മാറാനുള്ള ചാൻസ് ഉണ്ട്, ചെറുതായിട്ട് കയറി വരും. പക്ഷേ ഇവരിപ്പോൾ ഓൾറെഡി റെഡ് ആയതുകൊണ്ട് ഇവർക്ക് പിന്നെ വലിയ വിഷയം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ കഴിക്കുന്നുണ്ട് കേട്ടോ. ഈ ടാങ്കിൽ തെറ്റില്ലാത്ത രീതി തവള നിൽക്കണണ്ട. എന്താ ചെയ്യുക, എത്ര എടുത്ത് ഒഴിവാക്കിയാലും ഉമ്മാർ പോകില്ല കേട്ടോ. വണ്ടിയിൽ വന്ന് നിൽക്കണപ്പോൾ അപ്പോൾ നമ്മൾ നമ്മുടെ പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ടാങ്കിൽ തെറ്റില്ലാത്ത രീതിയിൽ നമ്മുടെ ബലൂൺ പ്ലാറ്റി കിടക്കുന്നുണ്ട്. അതിൽ വലിയ പ്ലാറ്റികളെ കണ്ടില്ല, അവരൊക്കെ ആയിട്ട് ബ്രൂഡായിട്ട് കിടക്കുന്നത്. നമ്മൾ സെപ്പറേറ്റ് ബ്രൂഡിനെ കീപ്പ് ചെയ്തിട്ടില്ല, ഈ ടാങ്കിൽ തന്നെ ആണുള്ളത്. കുഞ്ഞുങ്ങളും എല്ലതും ഒരുമിച്ച് തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ യെല്ലോ ഷ്രിമ്പ് ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ടാങ്കിൽ ജസ്റ്റ് നമുക്ക് ഇട്ടുകൊടുത്ത് നോക്കാം. ഇവർ താഴേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവർ ചിലപ്പം നല്ല രീതിയിൽ കഴിപ്പിക്കാം കേട്ടോ. താഴേക്ക് എത്തണം. ഇപ്പോൾ 1-2 കഷ്ണങ്ങൾ ഇങ്ങനെ താഴേക്ക് നമ്മൾ മുക്കി അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷ്രിമ്പിന് നമ്മുടെ ഫാമിൽ നമ്മൾ മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് നമ്മൾ ഈ ആർട്ടിമിയ ഫ്ലേക്സ് സംഭവം തന്നെ കേട്ടോ. സ്പൈറലിന ഫ്ലേക്സ് ഒക്കെ തന്നെ ഫുഡ് കൊടുക്കുന്നത്. ഇവിടുന്നൊക്കെ വരുന്നുണ്ട്, ഓരോരുത്തർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് തോന്നണത് കേട്ടോ. ഈ ക്യാമറ ഓട്ടോ ഫോക്കസിലേക്ക് പോകുന്ന കാരണമാണ് ഒരു ബുദ്ധിമുട്ട്. അതിൽ ഓരോരുത്തർ ഇവിടുന്നൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഷ്രിമ്പ് ഇതെടുക്കുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പോൾ നമുക്കുള്ളത് കേട്ടോ. ഇത് യെല്ലോ ഷ്രിമ്പ് കിടക്കുന്ന ടാങ്കാണിത്. നമ്മുടെ ചെറി റെഡ് ഷ്രിമ്പ് എടുക്കുന്ന ഒരു ടാങ്കാണിത്. ഇതും സിമെൻറ്റ് ടാങ്ക് കേട്ടോ. സിമെൻറ്റ് ടാങ്കിലേക്ക് ഷ്രിമ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് തോന്നിയത് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ട് മറ്റ് ടാങ്കുകളെ സംബന്ധിച്ചിടത്തോളം. ഫ്രിഡ്ജ് ബോക്സിൽ ചെയ്യുന്നതിനേക്കാളും അതുപോലെ തന്നെ മറ്റ് ടാങ്കുകളൊക്കെ ചെയ്യുന്നതിനേക്കാളും റിസൾട്ട് സിമെൻറ്റ് ടാങ്കിൽ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. നമ്മൾ ഇട്ട് കൊടുത്ത ഫുഡാണ് ഇവന്മാർ കഴിക്കുന്നത് കേട്ടോ. താഴെ ക്യാമറ ബ്ലറാവുന്നുണ്ടല്ലോ, താഴെ കണ്ടില്ല കഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുത്തുള്ള ഫുഡാണ്. അതുപോലെ തന്നെ കുറച്ചങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളിട്ട് കൊടുത്തുള്ള ആ ഒരു ഫുഡിൻ്റെ മുകളിലാണ് അവരിങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അവർ കഴിക്കുന്നുണ്ടാവും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഒരു തെറ്റില്ലാത്ത രീതിയിലുള്ള ഇവിടെ കണ്ടിട്ട് ഷ്രിമ്പ് കിടക്കുന്നത്. എങ്ങനെയോ അറിയാത്തൊരു ഈ ടാങ്കിലൊരു മീൻ പെട്ടിട്ടുണ്ട് കേട്ടോ, ഗപ്പി. അതാണ് ഇടയ്ക്ക് ഇങ്ങനെ നടക്കുന്നത്, ഒരാളേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഷ്രിമ്പ് തെറ്റില്ലാത്ത രീതിയിൽ നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഫുഡ് കഴിക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാ മീനും കൊടുക്കല്ലേ. അപ്പോൾ ഇനി നമ്മളെ റെഡ് തിലാപ്പിയൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കട്ടോ. റെഡ് തിലാപ്പിയൊക്കെ യെസ് കഴിച്ചു, അൽഹംദുലില്ലാഹ്. തിലാപ്പിയൊക്കെ പിന്നെ ഓൾറെഡി അസോള അങ്ങനെയുള്ള തീറ്റകളൊക്കെ കഴിക്കുന്ന മീനാണ്. അപ്പോൾ അവരൊക്കെ എങ്ങനെയായാലും ഇത് കഴിക്കും, ഇഷ്ടപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ. മാസത്തിൽ 1-2 ദിവസം നമ്മുടെ ഗപ്പി ടാങ്കുകളിൽ നിന്ന് നമുക്ക് ആൽഗെ കളക്ട് ചെയ്യാൻ പറ്റുകയെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വെളുത്തുള്ളിയൊക്കെ ഇട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഈ ഫുഡ് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ കളറിൽ അല്ലെങ്കിൽ ഇയറിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചില ഫുഡുകൾ ചിലർ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞേക്കാം ഇന്ന ഫുഡ് കൊടുത്താൽ ഇയർ കിട്ടും, നല്ല രീതിയിൽ കിട്ടും, അതുപോലെ തന്നെ നല്ല കളറ് കിട്ടും എന്നൊക്കെ പറഞ്ഞേക്കാം. ഈ ഒരു ഫുഡിൻ്റെ നമുക്ക് പ്രത്യേകതകൾ അത്തരത്തിലുണ്ടോ എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ വെളുത്തുള്ളി
ആഡ് ചെയ്ത് കൊടുക്കുന്ന ഫുഡ് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഇവരുടെ ദഹനത്തിന്, മീനുകളുടെ ദഹനത്തിന് നല്ലതായിരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്കാണെങ്കിൽ ആഴ്ചയിൽ മാസത്തിൽ 1-2 ദിവസം നമ്മുടെ ഗപ്പി ടാങ്കുകൾ എന്ത് ചെയ്യുക, ആൽഗെ ഓവർ ആവാതെ നമുക്ക് എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്യാനും പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എന്ത് ചെയ്യുക, ആൽഗെ കിട്ടുകയും ചെയ്യും, നമുക്ക് ലോ കോസ്റ്റിലൊരു ഫുഡ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഫാമിലെ ഗപ്പി ടാങ്കുകളിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി തൊട്ടടുത്തുള്ള കുളങ്ങളിലോ അല്ലെങ്കിൽ വേറെ ടാങ്കുകളിൽ നിന്നൊക്കെ നമുക്കിത് ശേഖരിക്കാൻ പറ്റുകയാണെങ്കിലും ഇത് എനിക്ക് തോന്നുന്നു അത് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. കാരണം സെയിം സാധനം തന്നെ ആയിരിക്കും. പക്ഷേ വലിയ വലിയ കുളങ്ങളിലും തോടുകളിലൊക്കെ പോയിട്ട് ഈ ആൽഗെ കളക്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അതൊന്നും ചെയ്യാതിരിക്കുക. കാരണം ആഴമുള്ള സ്ഥലങ്ങളൊക്കെ ആയിരിക്കും, അതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്തരത്തിലാരും ചെയ്തത്. നമ്മളൊക്കെ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഫാമിലുള്ള ഫ്രിഡ്ജ് ബോക്സുകൾ, ചെറിയ ചെറിയ ടാങ്കുകളാണ്, നമുക്ക് ഒരടി താഴ്ച മാക്സിമം ഒക്കെ ഉള്ള ടാങ്കുകളാണ് അതൊക്കെ. അപ്പോൾ ആ ടാങ്കിൽ നിന്നൊക്കെയാണ് നമ്മൾ കൈകൊണ്ട് കോരി എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ഫാമിലെ ടാങ്കുകളിൽ തന്നെ നമ്മൾ ഇതെടുത്ത് ഉപയോഗിക്കുക എന്നുണ്ടെങ്കിൽ നമുക്കുള്ള ഗുണം എന്താ വെച്ചാൽ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ടാങ്കുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഓവറായിട്ട് ആൽഗെ ഫില്ലാവാത്ത രീതിയിൽ നമുക്ക് ടാങ്കുകൾ എന്ത് ചെയ്യാം, കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ ആ ഒരു ഗുണം നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആൽഗെ ഉപയോഗിച്ചിട്ടുള്ള തീറ്റയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മൈ ഫാമിങ്ങിലെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. ബൈ.